KSRTCയിൽ ഡ്യൂട്ടി പരിഷ്കരണത്തിൻ്റെ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യം നിർവഹിക്കുന്നത് വേട്ടനായ്ക്കളാണ്, നമുക്കറിയാവുന്ന. അപ്പം ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന വേട്ടനായ്ക്കളെപ്പോലെയാണ് KSRTCയിലെ അംഗീകൃത യൂണിയനുകൾ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പലപ്പോഴും അംഗീകൃത യൂണിയനുകൾക്കെതിരെ എന്തോ അംഗീകാരം കിട്ടാത്തതിൻ്റെ കുശുമ്പോണ്ട് പറയുന്നതാണ് എന്ന് തോന്നുക. പലരും എന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ടല്ല, ഇവിടെ വ്യക്തമായൊരു തെളിവ്. ആലപ്പുഴ ഡിപ്പോയിലെ ഷെഡ്യൂളുകൾ പരിഷ്കരിക്കുന്നു. അപ്പോൾ ആലപ്പുഴ, ചേർത്തല ഇങ്ങനെ പരിഷ്കരണത്തിൻ്റെ പാതയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിഷ്കരിച്ചപ്പോൾ ജീവനക്കാർക്ക് താങ്ങാവുന്നതിലധികം ഡ്യൂട്ടി, അതായത് പണ്ട് ഡബിൾ ഡ്യൂട്ടി ആയിട്ട് ഓടിക്കൊണ്ടിരുന്നതെല്ലാം 1.5 ഡ്യൂട്ടിയിലേക്ക് മാറുകയും ഡബിൾ ഡ്യൂട്ടികൾ തന്നെ, അതായത് രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 12-1 മണിയാകുമ്പോൾ അവസാനിക്കത്തക്ക രീതിയിലേക്ക് ഡബിൾ ഡ്യൂട്ടി എത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്ന ഡ്യൂട്ടികൾ നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഇതിൽ പൊതുജനങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ കേട്ടോ. പൊതുജനങ്ങളുടെ കാര്യം ഞാൻ പലപ്പോഴും നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വാഹനം കത്തിയത് നേരത്തെ നമ്മൾ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. MVI കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്താതെയുള്ള വാഹനങ്ങൾ, കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ ഈ ചാനലിൽ പറഞ്ഞിരുന്നു. അതൊരു പ്രവചനം പോലെ പറഞ്ഞു. അത് ആർക്കും പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടിയെക്കുറിച്ചും വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള സംഭവമുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ വാഹനങ്ങളുടെ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ മന്ത്രി കാര്യം പറഞ്ഞാൽ പറഞ്ഞു 12 മണിക്കൂർ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട്. ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റി ഞങ്ങളും ചിന്തിക്കണം. ഇതിൻ്റെ ക്ലച്ച് ചവിട്ടി ഗിയർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പം ചെറിയ പണിയല്ല അവർ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും മനസ്സിലാവാത്തൊരു തമാശ, നിങ്ങൾ തൊഴിലാളികളോടും നാട്ടുകാരോടും യൂണിയൻ നേതാക്കളോടും ഞാനൊരു സംശയം ചോദിക്കുക. 12 മണിക്കൂർ ഇപ്പോൾ ഈ കസേര വല്ല സുഖത്തിലൊക്കെ ഇട്ടേക്കുക, ആ കസേരയിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് 12 മണിക്കൂർ ഡ്രൈവർ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ്. മന്ത്രിക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ്. പക്ഷേ ഡ്രൈവിംഗ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ 14 മണിക്കൂർ 15 മണിക്കൂർ ഒരു സീറ്റിൽ വെറുതെ ഇരിക്കാൻ പറ്റിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് വാസ്തവം. അപ്പോൾ ഈ ഡ്യൂട്ടി പരിഷ്കരണം KSRTCയിലെ ഏമാന്മാർ മന്ത്രി പറഞ്ഞാൽ ഇവിടെ വിഷയമില്ല. ഇപ്പോൾ ഗണേഷ് കുമാർ അവറുകൾ ഓർക്കുന്നത് മന്ത്രി പറഞ്ഞാൽ KSRTCയിലാണ്ട് ഭയങ്കര പേടിയാന്നാ. ഒന്നുമില്ല. കോടതി പറഞ്ഞാൽ വകവയ്ക്കാത്തവർക്ക് മന്ത്രി ഒരു പ്രശ്നമാണോ? ഒന്നുമില്ല. മന്ത്രിയുടെ വാക്കിന് പഴയ ചാക്കിൻ്റെ വിലയിൽ KSRTCയുടെ ഈ പറയുന്ന മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന, മിഡിൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഈ ചക്കർ മൂത്തവന്മാർ നൽകുകയുള്ളൂ. അത് മന്ത്രിക്ക് വേണമെങ്കിൽ നേരിട്ട് പരിശോധിക്കാവുന്ന. അപ്പോൾ പരിശോധിക്കാനൊരു 2 തെളിവ് ഞാൻ പറയാം. ആലപ്പുഴ ഡിപ്പോയിൽ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തകർ നൽകിയിട്ടുള്ള വിവരാവകാശ രേഖ, അതിനകത്ത് നമ്മൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ ഡിപ്പോയിൽ പരിഷ്കരിച്ച ഡ്യൂട്ടികളുടെ ഷെഡ്യൂൾ ടൈം, ടെർമിനൽ ഗ്യാപ്പ്, റെസ്റ്റ് സമയം എന്നിവ നടപ്പിലാക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന വർക്കേഴ്സ് ആക്ടിലെ ഓർഡർ, D3 ഓർഡർ എന്നീ നിയമങ്ങൾ പാലിച്ചിട്ടാണോ എന്നൊരു ചോദ്യം ആലപ്പുഴയിൽ ചോദിച്ചു. അപ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന മറുപടി രസകരമാണ്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ വിവരാവകാശ ഉത്തരം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ നൽകിയിരിക്കുന്ന കാര്യം അംഗീകൃത സംഘടനകൾ സമർപ്പിച്ച ഷെഡ്യൂൾ പ്രകാരമാണ് എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന വേട്ടനായ്ക്കളാണ് KSRTCയിലെ അംഗീകൃതർ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വേട്ടനായ്ക്കളുടെ പേര് ഞാൻ വായിക്കാം. അതായത് KSRTA ശ്രീ ശബരിനാഥ് കണ്ടക്ടർ, TDF A ചന്ദ്രൻ ഡ്രൈവർ, KSTES നമ്മുടെ BMSൻ്റെ ശ്രീ പത്മകുമാർ പമ്പ് ഓപ്പറേറ്റർ. അപ്പം ഒരു ഷെഡ്യൂളിൻ്റെ പരിഷ്കാരം നടത്തിയ 3 മഹത് വ്യക്തികളാണ്. അത് ഒപ്പിട്ട് നൽകിയവർ ആരാണെന്നുള്ള 10ാം നമ്പർ ചോദ്യത്തിൻ്റെ ഇതാണ്. ഞാൻ ആ വിവരാവകാശം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. 9ാമത്തെ വിവരങ്ങൾ കൃത്യത പാലിച്ചില്ല എങ്കിൽ ഡ്യൂട്ടി പരിഷ്കരണത്തിന് അംഗീകൃത സംഘടനകൾക്ക് വേണ്ടി ചുമതല നിർവഹിച്ച് ഒപ്പിട്ട് നൽകിയ ജീവനക്കാരുടെ പേരും തസ്തികയും. അപ്പോൾ അതായത് ഒരു ഡ്രൈവറുണ്ട് കേട്ടോ അതിനകത്ത്. അതായത് ഒറ്റ കൊടുക്കാനൊരു യൂദാസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരു TDFൻ്റെ ആൾ. അപ്പം ഒരു കണ്ടക്ടർ, ഒരു പമ്പ് ഓപ്പറേറ്റർ, ഒരു ഡ്രൈവർ, പേരുകൾ ഇനി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവർ ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ മോട്ടോർ വാഹന തൊഴിലാളി നിയമമോ D3 ഓർഡർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരൊന്നും D3 ഓർഡർ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. മോട്ടോർ വാഹന നിയമം വായിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് ATOയും അല്ല DTOയ്ക്കും അറിയാനുള്ള വഴിയില്ല. മാനുവൽ ഓഫ് പ്രൊസീജിയർ MOP പാസ്സാകാത്ത ആളുകളാണ് ഈ കയറി ഇരിക്കുന്ന ആളുകളെന്നുള്ളതും കൂടി എനിക്കറിയാവുന്ന. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഇപ്പം അംഗീകൃത സംഘടനകൾ കോട്ട് എടുത്ത് വിജയിപ്പിച്ച തൊഴിലാളികൾ, അത് ഡ്രൈവർക്ക് കണ്ടക്ടറേയും കൂടി കൂട്ടിയാണ് ഞാൻ പറയുന്നത്, ഡ്രൈവർമാർ കണ്ടക്ടർമാർ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജോലി സമയത്തിൻ്റെ വർധനവ് മാനേജ്മെൻറ്റിൻ്റെ പിണിയാളുകളായിട്ടാണ് അംഗീകൃതർ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് ഈ ചാനലിലൂടെയും അല്ലാതെയും പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഓരോ ഡിപ്പോയിലും ഇവന്മാരുടെ നേതൃത്വത്തിൽ നിന്നുള്ള തീരുമാനമനുസരിച്ച് ഓരോ ഡിപ്പോയിലും ജീവനക്കാരെ വഞ്ചിക്കാൻ വേണ്ടി എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഷെഡ്യൂളുകൾ നടപ്പിലാക്കിയാണ്. അപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞു, ഈ 14 മണിക്കൂർ ഒരു കസേരയിലിരുന്ന് സംഗീതം കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ച മന്ത്രിയുടെ മുമ്പിൽ ആ മന്ത്രിയെ പോലും, അതായത് കേരളത്തിലെ ശക്തനായ മന്ത്രിമാരിലൊന്ന് എന്ന് നിയമമെടുക്കുന്നതിൽ കർക്കശത പാലിക്കുന്ന മന്ത്രി എന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹം വിചാരിക്കുന്ന ഗണേഷ് കുമാറിനെ പോലും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഉത്തരവിന് പുല്ലുവില KSRTCയിലെ ഈ ATOമാർ DTOമാരുള്ള ചെക്കർ മൂത്ത് വന്നവന്മാർ നൽകുന്നുള്ളൂ എന്ന് മന്ത്രിയോ ഈ കേൾക്കുന്ന മന്ത്രിയെ അറിയാവുന്ന ആളുകളോ ധരിപ്പിക്കുക. മന്ത്രിയുടെ ഉത്തരവിന് ഈ KSRTCയിൽ പഴയ ചാക്കിൻ്റെ വില പോലും ഇവന്മാർ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ഡ്യൂട്ടി പരിഷ്കരണം ബാക്കി പത്രമാക്കുന്നത്. അതോടൊപ്പം തന്നെ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ ജീവനക്കാരോട് ചെയ്യുന്ന വഞ്ചനയുടെ നേർക്കാഴ്ചയാണ് ഈ വിവരാവകാശത്തിലൂടെ, ഈ ഡ്യൂട്ടി പാറ്റേൺ പരിഷ്കരണത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി സമർപ്പിക്കുന്നു. Thank you.